ഹലോ, ഗുഡ് മോർണിംഗ് ഗായ്സ്. എൻ്റെ ഒരു കുട്ടി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്നൊരു ഫ്രണ്ടിനെ കാണാൻ പോവുകയാണേ. അപ്പോൾ നിങ്ങളെയും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. നിങ്ങളിത് കണ്ടോ? ഞാനിപ്പോഴാട്ടോ ഇത് ശ്രദ്ധിക്കുന്നതെന്നല്ല, ഞാൻ ആദ്യമായിട്ട് ഇപ്പോഴാണ് ഇത് കാണുന്നത്. തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനും മെട്രോ സ്റ്റേഷനും ഇത്രയ്ക്ക് അടുത്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. നമ്മൾ മെട്രോയ്ക്കാണേ പോകുന്നത്. ഇപ്പം തന്നെ ട്രെയിൻ വരും. അപ്പോൾ ഞാനിങ്ങനെ വേഗം എസ്കലേറ്റർ കയറി വേഗം പോവുകയാണേ. ലുലുവിലേക്കാണേ പോകുന്നത്. ലുലുവിൽ എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. അവിടെ വെയിലൊന്നുമില്ല, കുറേ ഷോപ്സൊക്കെ കാണാം. എനിക്ക് ഈ ലുലു പോലത്തെ സ്ഥലത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് അറിയില്ല, ഞാനൊരു നാട്ടിൻപുറത്ത് വളർന്നതുകൊണ്ടായിരിക്കാം എനിക്കിങ്ങനെ വലിയ വലിയ കടകളൊക്കെ കാണുമ്പോൾ അവിടെയൊക്കെ കയറി ചുമ്മാ ഇങ്ങനെ കണ്ടു നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനാണെങ്കിൽ കുറച്ച് നേരം പോസ്റ്റായി. അപ്പോൾ ഈ കടകളൊക്കെ ഇതിൽ കൂടെ നടക്കുമ്പോൾ എനിക്ക് ചെറിയൊരു ഇൻസെക്യൂരിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒറ്റയ്ക്കിരിക്കാൻ എനിക്ക് ഇച്ചിരി ഇൻസെക്യൂരിറ്റി ഉണ്ടെന്ന് ഞാൻ തന്നെ റിയലൈസ് ചെയ്തൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ അത്. അപ്പോഴത്തേക്കും അവൾ വന്നു. കുറച്ച് നേരം പോസ്റ്റ് എടുപ്പിച്ചെങ്കിലും വന്നു. എൻ്റെ വീഡിയോ എടുക്കുവാണേ. എന്തിനാ വന്നേ? എന്നെ കാണാൻ വേണ്ടിട്ട് വന്നാണോ? സന്തോഷത്തിന് വേണ്ടി. വീട്ടിൽ സന്തോഷമില്ലതാ? അങ്ങനെയല്ല, കുറേ കാലമായില്ല ഞാനിങ്ങനെ ലൈക്ക് എൻ്റെ മാത്രം ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങിയിട്ട്. എനിക്കറിയത്തില്ല, ഞാൻ കുറച്ച് ഓവറാന്ന് തോന്നുന്നു. പക്ഷേ ഏകദേശം ഒരു 1.5 years ആയി ഞാൻ തന്നെ എൻ്റെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. അതിൻ്റെ ഗ്ലോ എൻ്റെ മുഖത്ത് കാണാൻ സുന്ദരിയായിരിക്കുന്നു. പണ്ടാണെങ്കിൽ അത് ഉള്ളതാണെന്ന് എനിക്കിന്ന് മനസ്സിലായേ. അത് ലൈക്ക് ഇങ്ങോട്ട് വന്ന സമയത്ത് എനിക്ക് ആദ്യം ഭയങ്കര നെർവസ് ആയിരുന്നു. എനിക്ക് തന്നെ ഇരിക്കാനൊക്കെ ഭയങ്കര നെർവസ് ആയിട്ട് ഞാൻ വന്നത്. പക്ഷെ നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഐ ആം സോ ഹാപ്പി. ഓ എന്തല്ലേ, എന്താ. ഓക്കെ, ഞങ്ങൾ വെസ്റ്റ് സൈഡ് വന്നേക്കാം. വെസ്റ്റ് സൈഡ് വന്ന് എന്തിനാന്ന് വെച്ചാൽ ഓഫർ കണ്ടുകൊണ്ട് കയറിയ. ഇവിടത്തേക്ക് വന്നതല്ല, ഞങ്ങൾ മീറ്റ് ചെയ്യാൻ വന്നപ്പോൾ. ഇവിടെ എപ്പോഴും അങ്ങനെയാണല്ലോ പെൺപിള്ളേർ. വെസ്റ്റ് സൈഡിൽ നിന്ന് ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഞാൻ നൈക്കേ പോയി. അവിടെ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ ക്യാമറ ഓഫാക്കി. നിന്റെ കാണിച്ച ചുണ്ടേല് ഒരു കുട്ടി സ്റ്റഡ് മേടിക്കാൻ വേണ്ടി ജോസ്കോയിലൊന്ന് കയറിയതാണേ. കളക്ഷൻസ് ഒക്കെ കണ്ടു, പക്ഷെ ഉദ്ദേശിച്ച മോഡലില്ലാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഹൈപ്പറിൽ വന്നിരിക്കാം. ഹൈപ്പറിൽ എന്തിനാ വന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ പഴയ വർഷങ്ങളായി ഞങ്ങൾ കണ്ടുമുട്ടിയിട്ട്. അപ്പോൾ വർഷങ്ങളൊന്നുമില്ല, 1 year അത്രേ ഉള്ളൂ. വർഷമാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പഴയ ഞങ്ങൾ എങ്ങനെയാണോ ഇതിനകത്തൂടെ വലിഞ്ഞ് കറങ്ങി കട്ടൊക്കെ കഴിച്ച് നടക്കുന്നത് അതുപോലെ സെയിം പരിപാടി ഞങ്ങൾക്ക് ചെയ്യാം. നമ്മുടെ ഫേവറേറ്റ് ഒരു സാലഡ് ഉണ്ട്. ഞാനും ഇവിടും കൂടെ എപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും ഒരു സാലഡ് മിക്സ് ചെയ്യുന്ന ഒരു സാലഡ് ട്രൈ ചെയ്യാറുണ്ട്. അത് നമുക്കൊന്നും കൂടെ റീക്രിയേറ്റ് ചെയ്യാം, ആ മെമ്മറിയും നമ്മൾ വിചാരിച്ചു. അതെന്താ, കുക്കീസോ? എന്തിനാ അത്? അതെനിക്കിഷ്ടമല്ല. കുക്കീസ് നോക്കാം, അല്ലെങ്കിൽ കേക്കുകൾ നോക്കാം. അത് നമുക്ക് മറ്റു സാധനം എടുത്തിട്ട് പോയാലോ, നമ്മൾ പണ്ട് മേടിക്കുന്നത്. ഇതിനൊക്കെ പ്രൈസ് ഒന്ന് കൂടിയിട്ടാണോ? ഇത് മറ്റേ സെയിം സാധനം തന്നെയായിരുന്നു. നാറിയോ? തുറന്നു നോക്കാൻ പാടില്ല. എടുക്കേണ്ട കാര്യമില്ല, നമുക്ക് എടുക്കാം. കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നുമില്ല. പക്ഷെ ഇതല്ലായിരുന്നു, ഗ്രീൻ കളറായിരുന്നു. എടി മണ്ടത്തി, നിനക്ക് കളർ ബ്ലൈൻഡ്നെസ്സാ. ഇത് ഗ്രീൻ കളർ ഉണ്ടോ? നീ നോക്ക്, ഇങ്ങനെയാണ് നമ്മുടെ ഗ്രീൻ കളർ. ഇച്ചിരൂടെ ഗ്രീൻ ഉണ്ട്. എന്റെ കളർ ബ്ലൈൻഡ്നെസ് നീ എപ്പോ ഇതാ പറഞ്ഞ സാലഡ്. ലുലു പോകുന്ന എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും കേട്ടോ. എനിക്ക് ഈ സാലഡ് മിക്സിങ്ങും ഈ സാലഡ് കഴിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ സാലഡ് ആകുമ്പോൾ ഒത്തിരി ഓപ്ഷൻസും ഉണ്ടല്ലോ. പിന്നെ അതിലാണെങ്കിൽ സോസും കുറച്ച് മയണൈസും ക്രീമും പാസ്തയൊക്കെ വരുമ്പോഴത്തേക്കും അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഹെൽത്തി ഓപ്ഷനാണെന്ന് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് കറക്റ്റായിട്ട് ഇതിനെപ്പറ്റി അറിയത്തൊന്നുമില്ല, പക്ഷേ എന്നാലും എനിക്കൊരു ഹെൽത്തി മീൽ പോലെ ആട്ടോ തോന്നാറ്. ഇടയ്ക്കൊക്കെ ആണെങ്കിൽ അതിൽ മുട്ടയും ഞാൻ എടുക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ മുട്ട എടുത്തില്ല. നമ്മൾ യൂഷ്വലി ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴാട്ടോ ഇങ്ങനെ വരാറ്. അപ്പോൾ ആണ് ഈ സാലഡ് കൂടുതലും എടുക്കാറ്. അപ്പോൾ നമുക്ക് ഹോസ്റ്റലിൽ അങ്ങനെ മുട്ടയൊന്നും കിട്ടാറില്ലാത്തതുകൊണ്ടാണ് മുട്ട എടുക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ നിന്നായതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തേ. അതെ, ഞങ്ങൾക്ക് വിശന്ന് കൂറ കുത്തുമ്പോൾ വളരെ റേറ്റ് കുറവിന് കിട്ടുന്ന ഹെൽത്തി ഫുഡ്. ടേസ്റ്റിയാണ് അത്. ചിക്കൻ മജ്ബൂസ് അതെ അതെ. പിന്നെ ബ്രെഡ്, ചിക്കൻ ബ്രെഡ് എങ്ങനെയുണ്ടോന്ന് അറിയില്ല. ഇത് ഞങ്ങളുടെ ഡെസേർട്സ്. ഞങ്ങൾക്കൊരു സ്റ്റാർട്ടർ ഉണ്ട്, ഒരു ഹെവി മീലുണ്ട്, സാലഡ് ഉണ്ട്,
പിന്നെ ഞങ്ങൾക്ക് എൻഡ് വിത്ത് ഡെസേർട്ട് ആൻഡ് ഹാപ്പി പീസ്. വേണമെങ്കിൽ ചിലപ്പോൾ ഞങ്ങളൊരു മിനറൽ വാട്ടറും വാങ്ങിക്കുന്നതായിരിക്കും. സാലഡിൻ്റെ മിക്സിങ്ങിലാണ് കാര്യം എന്ന് പറഞ്ഞ് അപ്പോൾ ഇത് കറക്റ്റായിട്ട് മിക്സ് ചെയ്യുവാണേ. അപ്പം ഞാനാണെങ്കിൽ നമ്മുടെ ക്രഞ്ചി ബ്രെഡ് റോസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കുവാണേ. ഇച്ചിരി കട്ടി കൂടുതലാണ്, പക്ഷേ എനിക്കൊരു ചിക്കൻ റോള് കഴിക്കുന്ന പോലെയൊക്കെ ആട്ടോ തോന്നിയത്. ഞാനത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചിക്കൻ റോളിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്, പക്ഷെ കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. പോവാം. നമ്മളെവിടെയാണ് പോകുന്നത്? നമ്മളിപ്പോൾ പോകുന്നത് ഗ്രാൻഡ് മോൾ. വൈ നമ്മൾ ഗ്രാൻഡ് മോളിൽ പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊരു മാക്സിൽ പോകണം. കാരണം ഇവിടെ ഞാൻ നോക്കിയിട്ട് അങ്ങനെ ഒന്നും കണ്ടില്ല. അപ്പോൾ എനിക്ക് മാക്സിലൊന്ന് പോകണം, പിന്നെ സ്റ്റുഡിയോയിൽ പോകണം. സ്റ്റുഡിയോയിൽ നമ്മളല്ലാതെ പോകേണ്ടി വരും. അപ്പം നമുക്ക് ഗ്രാൻഡ് മോളിൽ പോകാം. ഓക്കെ. അപ്പം നമുക്ക് എടപ്പള്ളി മെട്രോയുടെ തൊട്ട് താഴെയുള്ള മിറർ മാജിക്കിലൊന്ന് വന്നതാണേ. ജസ്റ്റ് ഒന്ന് അബിക്ക് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. വലിയ തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഗ്രാൻഡ് മോളിലേക്ക് പോയി. അതായിരുന്നല്ലോ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇവിടെ ലൈഫ് സ്റ്റൈലും മാക്സും ഒക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് മാക്സിലാണേ പോകണ്ടേ. എനിക്കൊരു ഫുഡ് വെയർ നോക്കണം, ഒരു ടീഷർട്ട് നോക്കണം. അഫോർഡബിൾ ആയിട്ടുള്ള ഫുഡ് വെയേഴ്സ് ഞാൻ കൂടുതലും മാക്സിലാണേ കാണാറ്. അങ്ങനെ തപ്പി നടന്ന അവസാനം എനിക്കൊരെണ്ണം കിട്ടി. കുറേ നോക്കിയെങ്കിലും എനിക്ക് അത് തന്നെയാണ് ഇഷ്ടമായത്. അത് നമുക്ക് എടുക്കാം അല്ലേ? അത് നമ്മൾ ക്യാഷ്വലിന് നിനക്ക് ചുമ്മാ അങ്ങിടാലോ. പക്ഷെ കിഡ്സിന്റെ നിന്റെ സൈസിലുള്ള കളക്ഷൻ ഉണ്ടെങ്കിൽ നല്ലായിരുന്നു, അതെടുക്കായിരുന്നു. ഞാൻ പറഞ്ഞ ആ പറഞ്ഞ ജീൻസ് ടൈപ്പ് ഇല്ലേ, ആ സെറ്റ് ചെയ്യുന്ന നോക്ക്. വലിയ സൈസ് ഉണ്ടെങ്കിൽ ചുമ്മാ എടുത്തത്, പക്ഷെ അത് രസമുണ്ട്. 500 പക്ഷെ കുഴപ്പമൊന്നും എനിക്ക് തോന്നുന്നില്ല. നല്ലതായിട്ട് തോന്നുന്നു. അത് കൊള്ളാം അല്ലേ? വീഴത്തില്ല, നല്ല ഗ്രിപ്പുണ്ട്. പിന്നെ ഇപ്പൊ മൺസൂണും അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല, നല്ലതാണ്. നോക്ക ഇതിന്റെ ബിഗ് സൈസ് ഉണ്ടോ നോക്ക്. 36 കണ്ടോ ബാഗിൻ്റെ കളക്ഷൻസ്. കമ്പയറിങ് വിത്ത് ലൈഫ് സ്റ്റൈലും H&M ഒക്കെ നോക്കുമ്പം എനിക്ക് മാക്സിൽ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ടെന്ന് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ബാഗിനും ചെരുപ്പിനും ഒക്കെ ആണെങ്കിൽ മാക്സ് ആണ് ഒരു ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നാറുണ്ട്. സ്റ്റുഡിയോനെ പോലെ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവില്ലെന്ന് ഇടയ്ക്ക് തോന്നാറുണ്ട് കേട്ടോ. സ്റ്റുഡിയോയിൽ എനിക്ക് തോന്നുന്നത് എല്ലാവരുടെയും കയ്യിൽ തന്നെ നമ്മുടെ റെപ്ലിക്ക ഉണ്ടാവും, പക്ഷെ മാക്സിൽ അത് കുറവാണെന്ന് തോന്നുന്നു. പണ്ടൊക്കെ മാക്സിലായിരുന്നു, ബട്ട് ഇപ്പോൾ സ്റ്റുഡിയോയാണ്. സ്റ്റുഡിയോയിൽ പിന്നെ നമുക്ക് ഒബ്രോൺ മോൾ. ഓക്കെ. എനിക്ക് കൊച്ചിയുടെ എല്ലാം ഇഷ്ടമാണെങ്കിലും ഈ തിരക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. നമ്മൾ മൈസൂരായിരുന്നു, അപ്പോൾ കമ്പാരിറ്റീവ്ലി മൈസൂർ വെച്ച് നോക്കുമ്പോൾ കൊച്ചിയിൽ ഭയങ്കര തിരക്കാണ്. ഫൈനലി സ്റ്റുഡിയോ എത്തി. പക്ഷേ സെയിൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും കാര്യമായിട്ട് സെയിലൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. സെയിലിൻ്റെ സമയം കഴിഞ്ഞു പോയെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. മാക്സിലും സെയിൽ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ കഴിഞ്ഞിട്ടാണ് എത്തി. ഞാൻ കുറച്ച് ലേറ്റായി പോയെന്ന് തോന്നി. എന്നാലും എനിക്ക് 1-2 ഡ്രസ്സൊക്കെ കിട്ടി. അതൊക്കെ ഞാൻ കയ്യിലെടുത്ത് ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്യാൻ നോക്കി. എന്നിട്ട് ട്രയൽ ചെയ്തിട്ട് എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്തു. 1-2 ടോപ്പും അവിടെ 1-2 ടോപ്പും ഒക്കെ എടുത്തു. എന്തായാലും കുറച്ച് കളക്ഷനൊക്കെ ഉണ്ട്. ചില പ്രൊഡക്ട്സിന് സെയിലും ഉണ്ട്. നമുക്കൊന്ന് കയറിയിട്ടിറങ്ങാം. ഒരു സമയം അപ്പം നമുക്ക് ഇപ്പോൾ നമ്മൾ H&Mലേക്ക് പോവുകയാണ്. അവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. കാശുണ്ടെങ്കിൽ വാങ്ങിക്കാം, ഇല്ലെങ്കിൽ ഇറങ്ങി വരും. നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് അവസാനിച്ചിരിക്കുന്നു. കഴിഞ്ഞു. അപ്പം അടുത്ത ബ്ലോഗായിട്ട് പിന്നെ കാണാം. ബൈ ബൈ.